ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, നോമ്പിൻ്റെ ഈ ദിനത്തിൽ ഞങ്ങളെ നിൻ്റെ സന്നിധിയിൽ കൂട്ടിച്ചേർത്തതിന് നന്ദി. ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും അങ്ങേക്ക് ഇഷ്ടമുള്ളവയാകട്ടെ. നോമ്പിൻ്റെ 9-ാം ദിവസത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ബൈബിളിൽ 9 എന്ന സംഖ്യ ആത്മഫലങ്ങളുമായി ബന്ധപ്പെടുന്നു. നോമ്പ് എന്നത് ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല, അത് ദൈവസന്നിധിയിലേക്ക് തിരിയുന്ന ആത്മീയ യാത്രയാണ്. ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. നോമ്പിൻ്റെ 9-ാം ദിവസം നമ്മോട് ചോദിക്കുന്നു, നമ്മിൽ ആത്മഫലം വളരുന്നുണ്ടോ? നോമ്പ് നമ്മുടെ സ്വഭാവം മാറ്റുന്നുണ്ടോ? എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് നോമ്പ് ദിവസങ്ങളിൽ സമയം മാറ്റിവെച്ച് ദൈവവുമായി സംസാരിക്കണം. ഹൃദയത്തോട് പ്രാർത്ഥിക്കുക. രണ്ടാമതായി, ക്ഷമയും സ്നേഹവും വളർത്തുക. പരസ്പരം ക്ഷമിക്കുവിൻ എന്ന് കൊലോസ്യ ലേഖനം 3:13 പറയുന്നുവല്ലോ. നോമ്പ് ചെയ്യുന്നവൻ വെറുപ്പും വൈരാഗ്യവും ഉപേക്ഷിക്കണം. ക്ഷമയും സ്നേഹവും വളർത്തണം. മൂന്നാമതായി, ദാനധർമ്മം ചെയ്യുക. നോമ്പ് ഭക്ഷണം കുറയ്ക്കുന്നത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കലാണ്. നീ നിന്റെ അപ്പം വിശപ്പുള്ളവരോട് പങ്കുവയ്ക്കണം എന്നത്രേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്. നാലാമതായി, വചനം ധ്യാനിക്കുക. നോമ്പുകാലം ബൈബിൾ കൂടുതലായി വായിക്കാനും പഠിക്കാനുമുള്ള സമയമാണ്. മനുഷ്യൻ അപ്പം മാത്രം കൊണ്ടല്ല ജീവിക്കുന്നത് എന്ന മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 4-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപബന്ധനങ്ങൾ പൊളിയാതെ നോമ്പ് പൂർണ്ണമാകില്ല. ഇതല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഉപവാസം എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നത്, യേശു ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചു എന്നത്രേ. ആ നോമ്പ് നമുക്ക് മാതൃകയാകണം. യേശു നമ്മെ പഠിപ്പിക്കുന്നത്, പരീക്ഷണങ്ങൾ വരും, വിശപ്പ് ഉണ്ടാകും, പക്ഷേ ദൈവവചനം വിജയിപ്പിക്കും. അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. നോമ്പ് ഒരു ആരാധനയായി മാറണം. നോമ്പ് ഇന്ന് 9-ാം ദിവസം എത്തി നിൽക്കുന്നു. പക്ഷേ ദൈവം ഇന്ന് നമ്മോട് ചോദിക്കുന്നു, നിന്റെ ഹൃദയം എവിടെയാണ്? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തോട് എന്നിലേക്ക് മടങ്ങി വരുകയും ഉപവാസത്തോടും കരച്ചിലോടും. ദൈവം പറയുന്നു, മകനെ, മകളെ, എന്നിലേക്ക് മടങ്ങി വരൂ. ഇത് ആചാര നോമ്പല്ല, ഇത് ഹൃദയ നോമ്പാണ്. ഇത് മനുഷ്യൻ കാണാനുള്ള സമയമല്ല, ഇത് ദൈവം കാണുന്ന സമയമാണ്. ഇപ്പോഴെങ്കിലും
നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നോമ്പിൻ്റെ ഈ 9-ാം ദിവസം ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നോമ്പ് പുറമേ ഉള്ളതായിരുന്നെങ്കിൽ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അതരങ്ങളിൽ മാത്രം നിന്നിരുന്നെങ്കിൽ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കണമേ. ആത്മീയ തടസ്സങ്ങൾ നീക്കണമേ. പാട്ടുകാരൻ പ്രത്യാശിച്ച പോലെ പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. കല്ലുപോലെയുള്ള എല്ലാ ഉള്ളങ്ങളെയും മെഴുകുപോലെ ഉരുക്കാൻ, സ്വർഗസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മശക്തിയാൽ നടത്തണമേ. ദൈവ തേജസ് വെളിച്ചമായി പ്രകാശിക്കട്ടെ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഓരോരുത്തർക്കും എല്ലാവർക്കും ഈ നോമ്പുകാലം ഇടയാക്കട്ടെ. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ നവീകരണത്തിനും ദൈവസന്നിധിയിലേക്കുള്ള അടുപ്പത്തിനും കാരണമാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Tomari